സംഘടനയോട്, കുടുംബത്തോട്, സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, സൊസൈറ്റിയോട് നമ്മളെപ്പോഴും കമ്മിറ്റ്മെന്റ് കൂടുതലായി കാണിക്കേണ്ടത് അതിനൊരു വീഴ്ച വരുമ്പോഴാണ്. ഇന്നലെ എന്നോട് അദ്ദേഹം ചോദിച്ചത് വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ എന്നാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു, ഈ പ്രതിസന്ധി എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ പ്രതിസന്ധിയെ വലിയ ഓപ്പർച്യൂണിറ്റി ആക്കി കാണുന്നതിനാണ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശവും അവരങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും മനോഹരമാണ്. എന്നോട് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ ഇനിയും ഫോൺ ചെയ്തിട്ട് പ്രസിഡന്റ് ഇതൊരു പ്രതിസന്ധിയല്ലേ എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഈ പ്രതിസന്ധി തന്നിരിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കളിയാക്കലുകൾ, അപമാനങ്ങൾ, അഴിമതിക്കാരെന്ന ചിത്രീകരണങ്ങൾ, പാർട്ടി ഡൽഹിയിൽ ഇല്ലല്ലോ എന്ന് പറയുന്ന സംവാദങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം കൂടെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് ടെലിവിഷൻ ചർച്ചകൾ പാർട്ടി വന്നതിന് ശേഷം പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കമ്മിറ്റഡായി, ഏറ്റവും നിറഞ്ഞ മനസ്സോടുകൂടി സംസാരിച്ചത്, എന്റെ ബോധ്യത്തിൽ സംസാരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടിയുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന് പാർട്ടി പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ്. ആ സമയത്ത് എന്നിലേക്ക് നിറഞ്ഞ കോൺഫിഡൻസ്, ആ സമയത്ത് എന്നിലേക്ക് വന്ന എന്റെ പാർട്ടിയോട് വന്ന ആത്മാർത്ഥമായ കൂറും കമ്മിറ്റ്മെന്റുമാണ് എല്ലാവരും, എന്റെ ചർച്ചകൾ കേൾക്കുന്ന മുഴുവൻ മനുഷ്യർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും നന്നായി സംസാരിച്ചത്, ഒരു തോൽവിയിൽ നിൽക്കുമ്പോൾ ആ തോൽവിയെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിൽ ആ സമയത്ത് ചർച്ചയിൽ പോയ എന്റെ സഹപ്രവർത്തകർ മുഴുവൻ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് കൈവിടാൻ സംസാരിച്ചു എന്നുള്ളത് ഈ പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ ഇനിയുള്ളത് വലിയ സാധ്യതയാണ്, വലിയ സാധ്യതയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് എങ്ങനെ ഇടം നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി വലിയ സാധ്യത. നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, രണ്ട് വിഷയം. നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ഇന്ന് നടക്കുന്നത്. കേരളത്തിൽ മറ്റാർക്കും പറയാൻ കഴിയാത്ത പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ സജീവമായി നിലനിർത്തുന്നതിന് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ ഈ പാർട്ടിക്ക് പറ്റും. അതിലൊന്ന് എന്ന് പറയുന്നത്, നമുക്കറിയാം, അവസാനം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു ക്രിമിനൽ അഭിഭാഷകനിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സജീവമായ രാഷ്ട്രീയ സംവിധാനം നിൽക്കുന്നവർക്ക് ഈ മാഫിയുമായിട്ട് പങ്കുണ്ട്. ഒരു സംശയത്തിൽ വേണ്ട, പങ്കുണ്ട്. ക്രിമിനൽ കേസുകളിൽ, ഡ്രഗ്സ് കേസുകളിൽ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഫോൺ കോളുകൾ പോലും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്ന്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ഗോവിന്ദമാഷി പറഞ്ഞത് കേട്ടില്ലേ? ആദ്യം അദ്ദേഹം പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല, നമ്മുടെ നേതാക്കന്മാരും മദ്യപിക്കാൻ പാടില്ല, ആരും മദ്യപിക്കാൻ പാടില്ല, പാർട്ടിയിൽ ആർക്കും സ്ഥാനം ഉണ്ടാകത്തില്ല. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് പാർട്ടി പിരിച്ചുവിടേണ്ടി വരും. അപ്പൊ പുള്ളിക്ക് ഐഡിയ മാറ്റി. എന്നിട്ട് പറഞ്ഞു നേതാക്കന്മാർ മദ്യപിക്കാൻ പാടില്ല, താഴേക്കളെ മദ്യപിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ, ഇത് സത്യമാണ്, വെറുതെ ഒരു കവല പ്രസംഗത്തിന്റെ മുകളിൽ പറയുന്നതല്ല, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ ഡ്രഗ്സ് മാഫിയുമായിട്ട്, കേരളത്തിലേക്ക് വരുന്ന കണ്ടെയ്നറായിട്ട് വരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം അവരെ സഹായിക്കുന്ന, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറായ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറായ ശ്രീ ആസിഫ് അലി എന്ന് പറയുന്ന അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ സംസാരത്തിൽ പറഞ്ഞു, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് കൊച്ചിയിൽ ഒരു വലിയ ലഹരി വേട്ട നടന്നു. ആ ലഹരി വേട്ട നടന്ന സമയത്ത് 15 പേരാണ് പ്രതിപട്ടികയിൽ വന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനും ആ കേസിൽ പ്രതിയായി. ആ ഡ്രഗ്സ് വന്നത് നൈജീരിയയിൽ നിന്നാണ്. അവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് വന്നത്. രാത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ആസിഫ് അലി അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇതിൽ തീരുമാനമെടുക്കണ്ടേ, നടപടിയെടുക്കണ്ടേ, ഈ കഴിച്ചവരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ അടിയന്തര നടപടി എടുത്തിരിക്കുന്നു. എറണാകുളത്ത് ഒരു ലോക്കൽ CIയെ നേരെ നൈജീരിയയിലേക്ക് വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ വീരവാദം അടിക്കുന്നുണ്ട്. അതായത് 15 പേരെ കിലോ കണക്കിന് സിന്തറ്റിക് ഡ്രഗ്സ് കൊച്ചിയിൽ ഇറക്കി വ്യാപാരം നടത്തി അതിൽ പ്രതികളാക്കപ്പെട്ട സിനിമാ നടൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത് ഈ വിദേശത്ത് പോയി പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നതിന്റെ ഗീറുവാണ് ശ്രീ ആസിഫ് സാർ അടിക്കുന്നത്. പക്ഷേ മറന്നുപോയ കാര്യമുണ്ട്. 2 ആഴ്ച മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ആ വാർത്തയുണ്ട്.
ഇതേ കേസിലെ മുഴുവൻ പ്രതികളെയും, ആ സിനിമാ നടനടക്കമുള്ള മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടതിന്റെ കാരണം പോലീസിന്റെ ഇറഗുലാരിറ്റിയാണ്. കേസ് അന്വേഷണത്തിൽ പോലീസ് നടത്തുന്ന വീഴ്ചയാണ്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളും നടപടിക്രമങ്ങളും ഉണ്ട്. അത് മുഴുവൻ അട്ടിമറിക്കും. ആ അട്ടിമറിക്കുന്നത് പോലും ഉന്നതമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശുപാർശയുടെ പുറത്താണ്. ഇവരുടെ പാർട്ടി ഫണ്ടിലേക്ക് കിട്ടുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും BJP-ക്കാരും ഒക്കെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് വെറും പ്രഹസനമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിന്റെ കോറിൽ പിടിച്ചത്, നമ്മൾ അതിന്റെ ബേസിൽ പിടിച്ചത്. പഞ്ചാബിൽ ഗവൺമെന്റ് ചെയ്തു കാണിച്ച ഏറ്റവും മനോഹരമായ ക്യാമ്പയിൻ മദേഴ്സ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തത്. എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പേരൻസ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് PAD തുടങ്ങിക്കൂടെ? ഡ്രൈവേഴ്സ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് DAG തുടങ്ങിക്കൂടെ? ഇല്ല, മദേഴ്സ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് ആണ്. കാരണം അമ്മയും കുഞ്ഞു എന്ന് പറയുന്നത് വൈകാരിക പൊക്കിൾക്കൊടി ബന്ധമാണ്. അതാണ് പഞ്ചാബിൽ അവർ ആവിഷ്കരിച്ചത്. പഞ്ചാബിൽ ഈ ഡ്രഗ്സ് മാഫിയയുടെ കോട്ടകത്തുളകൾ മുഴുവൻ ഈ പറയുന്ന JCB ഉപയോഗിച്ച് തടയുന്നതും തകർത്തും നമ്മൾ കണ്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഈ ക്യാമ്പയിൻ കേരളം ഒട്ടാകെ ഏറ്റെടുക്കാൻ കഴിയണം. ഇവിടെ അത് അവതരിപ്പിക്കും, വീടുകളിൽ പോയി സംസാരിക്കും. ഒരുപാട് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. ഒരുപാട് മക്കൾ, കുഞ്ഞുങ്ങൾ ഈ വിഷയത്തിൽ അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തണമെന്നല്ല, അവരെ തിരിച്ചു കൊണ്ടുവരാൻ, റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന സാധ്യത നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞത് ഈ വിഷയം, അതിന് അടിസ്ഥാനപരമായി മറ്റൊരു വിഷയം കൂടെയുണ്ട്. എന്തുകൊണ്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറുപ്പക്കാരിൽ അടിമകളാകുന്നു എന്നുള്ളതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കേരളത്തിൽ ബിവറേജിന്റെ ഒക്കെ മുമ്പിൽ ഒരുപാട് പേര് നിൽക്കുന്ന സമയത്ത് ഈ ഡ്രഗ്സുകാർക്ക്, എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ഡ്രഗ്സുകാർക്ക് വളരെ ഈസി അല്ലേ, ഇവരെ പോയി സ്വാധീനിച്ചാൽ മതിയില്ല. കാരണം വിദേശ മദ്യത്തിന്റെ പകുതി വില പോലും ഇല്ല ഈ പറയുന്ന MDMA ചെറിയ ക്വാണ്ടിറ്റി. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകമാസകലം ഇന്ത്യ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ശ്രീ അരവിന്ദ് കേജ്രിവാളിന്റെ വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ചിന്ത മുമ്പോട്ട് വെച്ച് പണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹം പറഞ്ഞ വർത്തമാനമില്ലേ, മുഹബത്ത് രാഷ്ട്രീയത്തെ പറ്റി, സ്നേഹത്തിന്റെ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കോട്ടയത്തും കേരളത്തിലും ഇന്ത്യയിലുമാണ് നമ്മൾ പറയുന്നത് ആം ആദ്മി എന്നും BJP എന്നും കോൺഗ്രസ് എന്നും CPM എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യ. ഈ രാജ്യം ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ ചെറുപ്പം, ഇപ്പൊ എന്റെ മകൾക്ക് 12 വയസ്സുണ്ട്, ഒരു 10-15 വയസ്സ് കഴിയുമ്പോൾ അവള് പ്രായപൂർത്തിയായി വിദ്യാഭ്യാസം നേടി തൊഴിൽ മേഖലയിലേക്ക് വരേണ്ട സാഹചര്യത്തിൽ മിടുക്കി പിള്ളേർ, ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അസാമാന്യ മിടുക്കുള്ളവരാണ്. പക്ഷെ അവരുടെ തലച്ചോറിലേക്ക് ഈ സാധനം കുത്തിവെച്ചാൽ സംഭവിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭാവി ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ഈ രാജ്യത്തിന്റെ തലമുറയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഡ്രഗ്സിന്റെ ഉപയോഗം. അല്ലാതെ നമ്മളിവിടെ കാണുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ലഹരി കൊടുത്തിട്ട് അവരെ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റെടുക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. എന്തുകൊണ്ട് ഈ കുട്ടികൾ, ഈ ചെറുപ്പക്കാർ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നറിയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തൊഴിലവസരമില്ലായ്മ എന്നുള്ളതാണ്. തൊഴിലില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മന്ത്രി MP രാജേഷ് പറഞ്ഞത് റിവേഴ്സ് മൈഗ്രേഷൻ, അതായത് പുറത്തു നിന്ന് റിവേഴ്സ് മൈഗ്രേഷൻ വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞ് കേംബ്രിഡ്ജ് സർവകലാശാല ശ്രീ മേയർ കോട്ടയം, അദ്ദേഹവുമായിട്ടൊരു ചർച്ച അദ്ദേഹം സംസാരിച്ച് അതിന്റെ ഒരു സമയം തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടങ്ങുകയാണ്. അവരെ ഈ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും കാനഡയിലും ഒക്കെ അവിടെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട മുഴുവൻ മനുഷ്യനെ പുറത്താക്കുക. റിവേഴ്സ് മൈഗ്രേഷൻ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിന് തൊഴിൽ നേടി പുറത്തുപോയ മനുഷ്യർ തിരിച്ച് ഇവിടെ തൊഴിൽ കിട്ടുമെന്ന അടിസ്ഥാനത്തിൽ തിരിച്ചു വരുന്നതല്ല, മറിച്ച് അവർ വരുന്നത് ആ രാജ്യത്തുനിന്ന് അവരെ പടിയടച്ച് പുറത്താക്കുക, അവരെ സ്വീകരിക്കാൻ ഇവിടെ എന്ത് അവസരമുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് പറയുകയാണ് എനിക്ക് കാനഡയിൽ പോകണം, അയർലൻഡിൽ പോകണം. ഈ സംസ്ഥാനം അവർക്കൊരു സ്വപ്നമല്ല. ഈ സംസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ സ്വപ്നത്തിലേ ഇല്ല. ആര് അങ്ങനെയാക്കി തീർത്തു? ഒരു 15 വയസ്സുള്ള ഒരു കുഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി A+ വാങ്ങിച്ച് അവന്റെ ബോർഡ് ഫ്ലെക്സ് വെച്ചിട്ട് എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം ആ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? അവൻ എന്ത് അവസരമുണ്ട്? എന്ത് തൊഴിലവസരമുണ്ട്? ഇവിടെ തൊഴിലെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയാം, കോട്ടയത്ത് ലുലു ഉദ്ഘാടന സമയത്ത് ചെറുപ്പക്കാരുടെ ഇന്റർവ്യൂ 1.5 കിലോമീറ്റർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കോട്ടയം ലുലുവിൽ, ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 1.5 കിലോമീറ്റർ തൊഴിലില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ തട്ടുകളിൽ ഇപ്പോ കേരളത്തിൽ
ഞാനതിൽ എൻ്റെ മുമ്പിൽ വന്നൊരു ചിന്ത ഇതാണ്. കേരളത്തിൽ തട്ടുകട തുടങ്ങുന്നുണ്ട്, മലയാളികളാണ്. തട്ടുകട തുടങ്ങിയിട്ട് ആ തട്ടുകടയിൽ സ്റ്റാഫായിട്ട് വന്ന ബംഗാളികളെ, ഈ ബംഗാളികൾ നമ്മൾ പോയിട്ട് പൊറോട്ടയും അത് കഴിഞ്ഞിട്ട് പറയാറില്ല. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഹിന്ദി സംസാരിക്കേണ്ട രീതി എത്തി. അവർക്ക് എന്നിട്ട് നമ്മൾ അവരെ ബ്യൂട്ടിഫൈ ചെയ്യണം. അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് പദമിട്ട് അപ്പൊ നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ രാജ്യം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ പാർട്ടിക്കാർ തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത, ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഇവിടുത്തെ സർക്കാർ സംവിധാനം ഒരു നരേഷൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ നാട്ടിൽ തൊഴിൽ ചെയ്യാൻ ചെറുപ്പക്കാർക്ക് ആഗ്രഹമില്ല. അങ്ങനെയല്ല, ഈ നാട്ടിൽ തൊഴിലുണ്ടായിരുന്നു. ടൂറിസം മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കൃഷിയിൽ ഒക്കെ തൊഴിലുണ്ടായിരുന്നു. ആ തൊഴിൽ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ MAD എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കതിരെ വളവെക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ ഫ്രസ്ട്രേറ്റഡായി തൊഴിൽ ചെയ്യാൻ കഴിയാതെ, പണമില്ലാതെ, അവരുടെ പോക്കറ്റ് മണി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ 1000-2000 രൂപയ്ക്ക് മന്ത്ലി പണിയെടുക്കുന്നതിന്റെ ഭാഗമായി ഈ ഡ്രഗ്സ് കച്ചവടം നടന്നത്. അറിയാമോ? അവര് ഈ പറയുന്ന നമ്മൾ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 5 പേരെ കൊന്നു. നമ്മൾ അവനെ വെറുത്തു. അവന്റെ ഫോട്ടോ ഇട്ട് തല്ലിക്കൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 7 വർഷമായിട്ട് എന്റെ പിതാവ് പിരിഞ്ഞു നോക്കുന്നതിന് ജയിലിലാണ്. ദിവസം 10,000 രൂപ പലിശ കൊടുക്കുകയാണ്. ഉമ്മയെ നോക്കണം, വാപ്പായെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, സാമ്പത്തിക ബാധ്യത. പക്ഷെ നമ്മൾ എത്ര മനോഹരമായി അത് നരേറ്റ് ചെയ്തു. അവൻ ലഹരിക്കടിമയാണ്, അതുകൊണ്ട് കൊന്നു. അല്ല, അവന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വിശ്വസിക്കുന്നത് ആ സാമ്പത്തിക ബാധ്യത, സാമ്പത്തികമില്ലായ്മയാണ്. അത് കൊന്നുവെന്നത് ന്യായമല്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ സാമ്പത്തികമില്ലാത്ത സാഹചര്യത്തിൽ, കുഞ്ഞുങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അവർ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഇതിന് അടിമകളായി പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഈ ചിന്തകളായിരിക്കണം. വീടുകളിൽ കയറിയിറങ്ങി ചെല്ലുമ്പോൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയണം. കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിൽ മാറ്റാൻ ശ്രമിക്കണം. ഈ രീതിയിൽ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോ പിള്ളേരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചും സ്കൂളിൽ ക്യാമ്പയിൻ നടത്തിയും ലഹരി വിരുദ്ധ സംഭവം ഇവിടെ തീരും. ഒറ്റ ദിവസത്തെ വാർത്തയുള്ളൂ ഇതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വാർത്തയില്ല. ഇനിയും ലഹരി കഴിവപ്പെട്ട കൊലപാതകം വരുമ്പോഴായിരിക്കും ചർച്ച. പക്ഷേ നമ്മൾ ഈ വിഷയം സജീവമായി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് അതിന് കഴിയട്ടെ. അങ്ങനെ കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സാധ്യത ഉണ്ടാകും. പഞ്ചായത്ത് പിടിക്കാൻ സാധിക്കും. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഇവിടെ ശ്രീ ബേസിൽ ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും ആ വിഷയം മറന്നു. പാതി വില തട്ടിപ്പ് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് ആ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് ചർച്ച മുമ്പോട്ട് വെച്ചതാണ്. ഞാൻ ശ്രീ ബേസിലിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കണം. കാരണം അദ്ദേഹം ആ വിഷയത്തിൽ മൂവാറ്റുപുഴയിൽ, തൊടുപുഴയിൽ ജനകീയമായ വിഷയത്തിന് മുമ്പിൽ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. കാരണം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് 10,000 രൂപയ്ക്ക് സ്കൂട്ടർ കൊടുക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കാർ കൊടുക്കാന്ന് പറയുമ്പോൾ പോയി വീഴുന്നത് ആരാണ്? സ്ത്രീകൾ. അതുകൊണ്ടാണ് ഡൽഹി മോഡലിനെ പറ്റി സംസാരിക്കുമ്പോൾ ജാസ്മിൻ ഷായുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാൾ സ്ത്രീകൾക്ക് ഈ പറയുന്ന മുഴുവൻ പ്രൊമോഷൻ കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അവർക്ക് സൗജന്യ യാത്ര കൊടുത്തത്, അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന്റെ കാരണം സ്ത്രീകൾ രക്ഷപ്പെട്ടാൽ കുടുംബം രക്ഷപ്പെടും. സ്ത്രീകൾ രക്ഷപ്പെട്ടാൽ സാമ്പത്തിക സംവിധാനം രക്ഷപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് രാജ്യത്ത് നശിച്ചിട്ടുള്ള രാജ്യങ്ങൾ മുഴുവൻ, ഏതെങ്കിലും രാജ്യത്ത് നാശമുണ്ടെങ്കിൽ, സാമ്പത്തികമായി ഏതെങ്കിലും രാജ്യം അഭിവൃദ്ധിയില്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾക്ക് ഉന്നമനമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഡൽഹിയിൽ അദ്ദേഹം പറയുന്ന പുസ്തകത്തിൽ ഡൽഹി മോഡൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളെ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് അടിമപ്പണി ചെയ്ത് സാമ്പത്തികമില്ലാതെ സ്ത്രീകൾക്ക് പണം കൊടുത്ത് സൗജന്യ യാത്ര കൊടുത്ത് അവരെ പുറത്തേക്കിറക്കി, ആ പുറത്തേക്കിറങ്ങിയതിന്റെ ഭാഗമായി അവർ തൊഴിൽ കണ്ടെത്തി, ആ തൊഴിലിലെ പണം വീട്ടിൽ കൊണ്ടുവന്ന് ആ ജീവിതം സുസ്ഥിരമാക്കി. കേരളത്തിൽ സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകളാണ്. അവർ മിച്ചം പിടിച്ച പൈസയാണ് കൊണ്ടുപോയി ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാർ. കേരളത്തിലെ ഇടതിനും വലതിനും ഒക്കെ അതിൽ പ്രതികളാണ്. ഇവർക്ക് മിണ്ടാൻ കഴിയില്ല. ഇടതിനും വലതിനും ഒക്കെ പ്രതികളാണ്. മിണ്ടാൻ കഴിയാത്തത് കൊണ്ടാണ് ആം ആദ്മിക്ക് അത് മിണ്ടാൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന് നടത്തുകയാണ്. എന്താ കാര്യം? അദ്ദേഹം ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് വരുത്തി തീർക്കണം. ആം ആദ്മിക്കാരൻ എന്നോട് ശ്രീ ബേസിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ആം ആദ്മിക്കാർ ഈ വിഷയത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും പാലവില തട്ടിപ്പിൽ പണം വാങ്ങിച്ചിട്ടുള്ള അന്വേഷിച്ച് നടക്കുക കേരളത്തിലെ CPM കോൺഗ്രസും പെടുത്താൻ വേണ്ടി. പക്ഷേ നമ്മളത് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ കേരളം ഒട്ടാകെ അവരെ നമുക്ക് ആ വിഷയം തീർന്നു, അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് തീർന്നു. കാരണം എന്താണ്?
അത് ഒന്നോ രണ്ടോ വാർത്ത, ഒന്നോ രണ്ടോ ദിവസത്തെ ഇമ്പാക്ട്, അതിന്റെ അപ്പുറത്തേക്ക് ആ വിഷയമില്ല. കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ, ഒരുപക്ഷെ ഡൽഹിയിൽ നിർഭയ കേസിന്റെ സമയത്ത് പാർട്ടി ഏറ്റെടുത്ത് ജനകീയമായി ഏറ്റെടുക്കപ്പെട്ട് പുറത്തേക്ക് വന്നത് നിർഭയ കേസിന്റെ ഇമ്പാക്റ്റിലായെങ്കിൽ കേരളത്തിൽ ഇടതിനും വലതിനുമെതിരെ സംസാരിക്കാൻ, നിങ്ങൾ വാങ്ങുന്ന പണം അഴിമതി പണമാണ്, നിങ്ങൾ വാങ്ങുന്ന പണം ഇത്തരത്തിൽ കണക്കില്ലാത്ത പണമാണ്, നിങ്ങൾ വാങ്ങുന്ന പണം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവന്റെയാണ്, നിങ്ങൾ വാങ്ങുന്ന പണം ഇത്തരത്തിൽ അക്കൗണ്ടുകളില്ലാത്തവന്റെയാണ്. ഈ പണം തിരിച്ചു കൊടുക്കാൻ കഴിയണം. ആ പാവപ്പെട്ട മനുഷ്യർ കേസുമായി നടക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും പൈസ കിട്ടാനുള്ള സാധ്യതയില്ല, കാരണം ഈ പൈസ മുഴുവൻ മാറ്റി. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നു അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പണം, സംഘടനകളുടെ, രാഷ്ട്രീയക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം സീസ് ചെയ്ത് പിടിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്, അവർക്ക് നീതി കൊടുക്കാനായിട്ട് ഒരു സംഘടനയും വരില്ല, ഒരു പ്രസ്ഥാനം കൂടെ നിൽക്കത്തില്ല. കാരണം അങ്ങനെ നിന്നാൽ ഉടനെ കഥ വരും, CPM കാരൻ പണം വാങ്ങിച്ച കഥ വരും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഈ രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ഫോക്കസിൽ ഉണ്ടായിരിക്കണം. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനും പാതി വില തട്ടിപ്പിൽ ഈ നാട്ടിലെ സ്ത്രീകളെ, ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ വഞ്ചിച്ച കാര്യവും. അതിൽ ഏറ്റവും രസകരമായ കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന് വിട്ടു, അല്ലെ? നിങ്ങൾ കണ്ടതല്ലേ? ക്രൈംബ്രാഞ്ച് അന്വേഷണം വിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്നും രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി. അതിന്റെ കാരണം എന്താ? പിടിച്ചാൽ ഇവരെല്ലാം പ്രതികളാകും. നമ്മൾ ആവശ്യപ്പെടുന്നു കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരെയും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരണം. ഈ അന്വേഷണം കാര്യക്ഷമമായി നടത്തണം. ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാവണം. ആ രീതിയിൽ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. ഞാൻ തുടക്കം പറഞ്ഞ ഒരു കാര്യം കൂടെ പറയുന്നു, പ്രതിസന്ധിയിലാണ് എന്നൊരു വർത്തമാനം ഇനി പറയരുത്. ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ദിവസം 1-2 മണിക്കൂർ സജീവമായി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം, സജീവമായി ഇടപെടാൻ കഴിയണം. പ്രാദേശിക വിഷയങ്ങളിൽ ഫണ്ട് സ്വീകരിക്കുന്നതടക്കം, ആൾക്കാരെ കാണുന്നതടക്കം, പ്രാദേശികമായ വിഷയങ്ങളിൽ ഇടപെടുന്നതടക്കം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇതിന് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ഇടങ്ങളിൽ, എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് ഇടങ്ങളിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ രാവിലെ മുതൽ ചെയ്യുന്ന സഹപ്രവർത്തകർ ഈ പാർട്ടി ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പ്രവർത്തനവും ചെയ്യാതെ വിമർശനം മാത്രം നടത്തുന്ന സഹോദരങ്ങളും സുഹൃത്തുക്കളും നമുക്കുണ്ട്. ഡൽഹിയിൽ ഒരു പക്ഷേ സംഭവിച്ചു പോയതിൽ ഒരു കാരണവും അത് തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംഘടനാപരമായി ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സ്വപ്നം വെറുതെയാവും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തെ ചർച്ചകളും വർത്തമാനങ്ങളും ഒക്കെ നിങ്ങളെ അത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നതാകട്ടെ. നമുക്ക് ഇനിയും സംസാരിക്കാം, മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക്, നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, നിങ്ങൾ തരുന്ന എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടിനും അകമഴിഞ്ഞ രീതിയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരുമിച്ച് കണ്ടതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ബാക്കി സംസാരങ്ങൾ തുടരട്ടെ. ജയ് ഹിന്ദ്.